ഇവ കണ്ട പുതിയ ഡബിൾ ഡെക്കർ ബസ്സുകളോ, പഴയതൊന്നും ഇല്ല ഇപ്പോൾ റോഡുമേൽ. AC ഡബിൾ ഡെക്കർ പുതിയ ബസ്സുകൾ. അത് അധികം ഇലക്ട്രിക്കാ അതെല്ലാം. ഹോണടിയും ബഹളവും ഒന്നും പറയണ്ട. ആ ബിൽഡിങ്, ചുവപ്പ് കളർ ബിൽഡിങ് നല്ല രസമുണ്ട് കാണാൻ. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ മുമ്പോട്ട്, ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിന് തന്നെ മാരുതി ഈക്കോ വാന് കാണാം. ഷെയറിങ് ടാക്സി അത് മറ്റേ ഇവിടെയെല്ലാം പോകുന്നുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ അവിടെയെല്ലാം ഇറക്കി വിടുന്നുണ്ട്. ഒരാൾക്ക് 30 രൂപ വെച്ചിട്ടാണ് ചാർജ്. ഷെയറിങ് ടാക്സിയിലും പോവാം. 6 7 ആളോ നിറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ടാക്സി പുറപ്പെടും. അപ്പോൾ ആൾ നിറയുന്നതിന് കുറച്ചൊരു താമസമുണ്ട്. രാവിലെ ആ സമയങ്ങളിലെല്ലാം ഷെയറിങ് ടാക്സി ഉണ്ട്. വൈകുന്നേരം ഇപ്പോൾ ഈ ടൈമിൽ ഷെയറിങ് ടാക്സി കാണുന്നില്ല. ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞ്, ഈ ടൈമിൽ കാണുന്നില്ല. പക്ഷെ രാവിലെ എല്ലാം ഷെയറിങ് ടാക്സി ഉണ്ട്. ഇത് കണ്ടോ നിങ്ങൾ? ആ കാണുന്ന മുകളിൽ ബോർഡ് കണ്ടോ? അക്ബർ ട്രാവൽസിൻ്റെ ഓഫീസാണ് അത്. ഇതാണ് അക്ബർ ട്രാവൽസിൻ്റെ മുകളിൽ കണ്ട. ഈ രാത്രി കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ബോർഡ് വ്യക്തമാണോ എന്നറിയില്ല. അക്ബർ ട്രാവൽസിൻ്റെ ഹെഡ് ഓഫീസായത് ഇവിടെ. പണ്ടെല്ലാം ബോംബെയിലും കുറേ ആൾ ഗൾഫിലെല്ലാം പോകാൻ വേണ്ടി എയർപോർട്ട് ഇറങ്ങി നേരെ ഇവിടെയാണ് വരിക. ഇവിടുന്ന് നേരെ ബസ് ഉണ്ടാവും നാട്ടിലേക്കെല്ലാം. നമ്മൾ കണ്ണൂർ, കോഴിക്കോട്, തലശ്ശേരി ഭാഗങ്ങളിലല്ലോ. അക്ബർ ട്രാവൽസിൻ്റെ ഓഫീസാണിത്. സ്വന്തം ബിൽഡിംഗ് ആണോ എന്നറിയില്ല. മുകളിൽ വരെ അക്ബർ ട്രാവൽസിൻ്റെ ഓഫീസും കാര്യങ്ങളെല്ലാം. ഒന്ന് കാണിച്ചു തന്നേ ഇല്ലോ. തിരക്ക് തന്നെ. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോവാം. ഇത് ഈ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പം തന്നെ കണ്ടോ ടാക്സി കണ്ടോ? ഇത് ഈ മീറ്റർ ടാക്സിയാണ് ഹുണ്ടായിൻ്റെ. പക്ഷേ വാനുണ്ട്. വാനാകുമ്പോൾ മാരുതിൻ്റെ ഈക്കോ വാനാകുമ്പോൾ ഷെയറിങ്ങാണ്. ഒരാൾക്ക് 30 രൂപ വെച്ച് ഷെയറിങ്. നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു ഷെയറിങ്. ഇപ്പം എല്ലാം മീറ്റർ ടാക്സിയാണ്. ഉണ്ട് ടാക്സി ഷെയറിങ് പോകുന്നുണ്ട്. ഓക്കെ ഈ ടാക്സിയും പോകുന്നുണ്ട്, ഷെയറിങ് പോകുന്നുണ്ട്. ടാക്സിയിൽ 5 ആൾ, ബാക്കിൽ 3, ഫ്രണ്ടിൽ ഒരാൾ. 5 ആളായപ്പോൾ ഒരാൾക്ക് 30 രൂപ. ഇതിപ്പോൾ നമ്മൾ CST അല്ലെ വിക്ടോറിയ ടെർമിനസ് പണ്ടത്തെ, അവിടുന്ന് നേരെ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ.
ഇത് നമ്മളെ മെയിൻ ഐക്കോണിക് ലാൻഡ്മാർക്ക് ഏരിയ മുംബൈൻ്റെ. ഇത് താജ് ഹോട്ടലിൻ്റെ നേരെ ബാക്ക് സൈഡ് ബിൽഡിംഗ് ആണിത്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് താജ്മഹൽ ഹോട്ടൽ. ഇത് അതിൻ്റെ ബാക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുമില്ല സംഗതി. മുംബൈൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുമ്പോൾ, മുംബൈ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ലാൻഡ്മാർക്ക് പ്രോപ്പർട്ടി. വാ, കുറേ ഇതെല്ലാം പഴയ മുംബൈ പഴയ ഹെറിറ്റേജ് ബിൽഡിങ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഒരുപാട് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാക്സിക്കാരെ ബഹളവും ഓട്ടോ ഒന്നും പറയണ്ട. ഇവിടെ തിക്കും തിരക്കാ. ടാക്സിക്കാർക്ക് തിക്കും തിരക്കും. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടിച്ചിട്ടിട്ട് അങ്ങോട്ട് പോകും, യാതൊരു സംശയമില്ല. നമ്മൾ വന്ന ടാക്സിക്കാരൻ വെപ്രാളം പിടിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്ന്. ഇവിടെ കഴിയുന്നതും സ്വന്തം വണ്ടി എടുത്ത് വരാണ്ട് നോക്കുക. ടാക്സി അല്ലെ ബസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വരാൻ നോക്കുക. കാരണം ഈ ഏരിയയിൽ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചല്ല, വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇനി പെയ്ഡ് പാർക്കിംഗ് ആണെങ്കിൽ നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ CST റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം 200-300 രൂപ മുതൽ മണിക്കൂറിന് മേടിക്കുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് ജസ്റ്റ് ഒരു 200 മീറ്റർ മാറിക്കഴിഞ്ഞാൽ 500 രൂപ 600 രൂപ വെച്ച് മണിക്കൂറിന് പാർക്കിങ്ങിന് എടുക്കുന്നുണ്ട് മാർക്കറ്റ് ഏരിയയിലെല്ലാം. ഇവിടെ എത്ര ഉറുപ്പ്യ അറിയില്ല. എന്തായാലും പാർക്കിങ് ഭയങ്കര ടൈറ്റാണ്. എനിക്ക് കിട്ടുന്നുണ്ട് വേല പാർക്കിങ്ങാണ് കിട്ടുക. അപ്പോൾ വേല പാർക്കിങ്ങിന് നല്ല പൈസ വരും. അങ്ങനെ ഇങ്ങനെയും വണ്ടി വെച്ച് പോയി കഴിഞ്ഞാൽ പോലീസ് പൊക്കിയെടുക്കും. ടോജ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ ഗേറ്റ് വേന് വന്നാൽ ഗേറ്റ് വേയിലേക്ക് ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്ന സമയം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്രൂസ് ബുക്ക് ചെയ്യുക. ട്രിപ്പ് 1 ഡേ ട്രിപ്പ് ക്രൂസ് എല്ലാം ഉണ്ട്. അതുപോലെ അലിബാഗ് ഉണ്ട് ഇവിടെ അടുത്തൊരു കോസ്റ്റൽ ടൗൺ. അവിടത്തേക്ക് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ട്രിപ്പ് ബുക്ക് ചെയ്യാം. 190 റുപ്പീസ് ആയില്ലും ടിക്കറ്റ്. AC ടിക്കറ്റ് വേണമെങ്കിൽ 230 to 250 റുപ്പീസ് അത്രയില്ലും ടിക്കറ്റ്. ഒരു ദിവസം പോയി തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ ബോട്ടിൽ തിരിച്ചു വരാം. പിന്നെ എലിഫൻ്റ് കേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു കേവ്, നമ്മൾ ജസ്റ്റ് ഒരു 3/4 മണിക്കൂർ ഇവിടുന്ന് ബോട്ട് റൈഡ് എലിഫൻ്റ് കേവ്സിലേക്ക് തിരിച്ച് അതേ ബോട്ടിൽ അല്ലെ വേറെ ബോട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വരാം. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് യാട്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള സ്പീഡ് ബോട്ട്സ് എല്ലാം ഒരുപാടുണ്ട്. കാരണം ഇതൊരു ഹാർബർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പോയിൻ്റാണ്, എൻട്രി പോയിൻ്റാണ് മുംബൈയിലേക്കില്ല. അപ്പോൾ ആ സൈഡിൽ അവിടെ ഇതിപ്പം വെള്ളമായി. അലിബാഗ് മാണ്ഡവ അലിബാഗ് പോർട്ടിലേക്ക് ഇവിടെ നിന്നാണ് പോവുക. രാവിലെ 8 മണി തൊട്ടിട്ട് ബോട്ടിങ് തുടങ്ങും. രാവിലെ 8 മണി തൊട്ടിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ താമസിക്കേണ്ടതൊക്കെ അവിടെ താമസിക്കാം. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് വന്ന് കിടക്കുന്നുണ്ട് പോകാൻ വേണ്ടി. കാണിച്ചു തരാം, ആള് പോകുന്നു. ആ ലൈറ്റ് കാരണം, ലൈറ്റ് ഷോൻ്റെ ലൈറ്റ് കാരണം താജ്മഹൽ ഹോട്ടൽ അങ്ങോട്ട് പകല് കാണുന്ന അത്ര ഒരു ബ്യൂട്ടി ആയിട്ട് കാണുന്നില്ല. അവിടെ ബിൽഡിങ്ങിൻ്റെ ഫുള്ള് സ്ട്രക്ചറൊന്നും അത്ര അങ്ങോട്ട് ക്ലിയറില്ല. ആ ലൈറ്റില്ല ഭാഗം മാത്രമേ നമുക്ക് കാണാനും പറ്റൂ. കണ്ട ഇനി പകല് നല്ല കാണാൻ നല്ല താജ്മഹൽ ഹോട്ടലിൻ്റെ ഒരു റെഡ്
ചുവപ്പ് പെയിന്റിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്രൂസ് കിട്ടും നിങ്ങൾക്ക്. ജസ്റ്റ് ഇവിടെ ഈ രാത്രിയെല്ലാം വന്ന ഒരു നേരം പോക്കാം. ആള് കുറേ ഉണ്ട് ഇവിടെ. വേറെ ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അലിബാഗിൽ നിന്ന്. അതിപ്പോൾ ഒരു കണ്ടോ അത് ബോട്ടല്ല, കാറ്റമറാൻ. അതിങ്ങോട്ട് വരുന്നുണ്ട്. അത് അലിബാഗ് മാണ്ഡുവ പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും ആള്. ലാസ്റ്റ് അത് ഇനി ഇത് തിരിച്ച് 8 മണിക്ക് പോകും. ഇതിൽ AC ഉണ്ട്, നോൺ AC ഉണ്ട്. മാൽദാർ കാറ്റമറാൻ ഇതിൻ്റെ പേര്. മാൽദാർ കാറ്റമറാൻ ഇതിൻ്റെ പേര്. 8 മണിയാകുമ്പോൾ ഇവിടെ എത്തിയാൽ മതി. 8 മണിക്കുണ്ട്. അങ്ങനെ ഓരോ 1.5 മണിക്കൂറിൻ്റെ ഇൻ്റർവെല്ലിൽ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇതിൽ, ഈ ബോട്ടിൽ. ഇതാ അവിടുന്ന് വന്നതാ. ഒന്ന് പോവാൻ കാത്തിക്കുന്നുണ്ട്. എവിടെ ഈ പച്ച കളറ് കാണുന്ന ലൈറ്റില്ല ഈ ഇതവിടുന്ന് വന്നതാ. ഇതും കാലിയായി. ഇന്ന് പോകുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇന്ന് ഹോൾട്ട്. നാളെ രാവിലെ പോകും. ഇനി 8 മണിക്കാണ്. 8 മണിക്ക് നല്ല തിരക്ക. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് രാവിലെ പോയ ആൾക്കാർ വൈകുന്നേരം തിരിച്ചായിരിക്കും ഇങ്ങോട്ടേക്ക്. രണ്ടെണ്ണം ഏകദേശം ഒരേ സമയം വന്നുകൊണ്ട് തിരക്കായി ഇവിടെ. ഒന്ന് പോയിട്ട് വേണം മറ്റേതിനെ അടുപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ കയറ് എവിടെയാണ് കിട്ടുക? താഴെയാണ് കിട്ടുക. ഇവിടെ മറ്റൊന്ന് ഒന്ന് മുകളിലാണ് കിട്ടിയ. അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയോന്നറിയില്ല. അല്ലെ ചിലപ്പോൾ താഴെ തന്നെ ആയിരിക്കും കെട്ടുക. ആളെ ഇറക്കിയിട്ട് ഇവിടെ ഇന്ന് ഹോൾട്ടാ. चलो बेटा रे ये फाइट मारो फाइट लगा